കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ 68ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ബൈബിൾ സ്റ്റഡിയെ ഓർത്ത് പ്രാർത്ഥിച്ച നിങ്ങൾക്കെല്ലാവർക്കും വിശേഷാൽ കർത്തൃനാമത്തിൽ എന്നെ നന്ദിയെ ഞാൻ സൂചിപ്പിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷയെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത്. പ്രാരംഭത്തിൽ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ച ശേഷം 12-ാം വാക്യം അല്പം കൂടെ ധ്യാനിച്ച് തുടർന്നുള്ള വാക്യങ്ങളും ഈ എപ്പിസോഡിൽ ധ്യാനിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ ഉള്ള വാക്യങ്ങൾ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവർ അവനോട്, നിൻ്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാരസ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു. അവൻ്റെ നാഴിക അതുവരെയും വന്നില്ലായ്ക കൊണ്ട് ആരും അവനെ പിടിച്ചില്ല. ഈ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 8-ാം അധ്യായത്തിൻ്റെ 12-ാം വചനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 2ാമത്തെ ഞാനാകുന്നവൻ എന്നുള്ള പ്രസ്താവനയാണ് നമ്മൾ ധ്യാനിച്ച് തുടങ്ങിയത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയാണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവാണ് യഹൂദന്മാർ കാത്തിരുന്ന മെസ്സിയ എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് യോഹന്നാൻ 8:12 നമ്മൾ കാണുന്നത്. അവിടെ ആ വാക്യത്തിൽ നമ്മൾ ഇന്ന് തുടർന്ന് അത് ധ്യാനിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ വെളിച്ചം എന്ന പ്രയോഗം ശ്രദ്ധിക്കുവാനായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വെളിച്ചം എന്ന് അവിടെ നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ എഴുത്തുകളിലെല്ലാം വെളിച്ചം എന്നുള്ള പ്രയോഗം ധാരാളമായി നമ്മൾക്ക് കാണുവാൻ കഴിയും. ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സുവിശേഷം, 3 ലേഖനങ്ങൾ, പുതിയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം. ഇവിടെയെല്ലാം ലൈറ്റ് എന്നുള്ള പ്രയോഗം നമ്മൾക്ക് നോട്ട് ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. കൂടാരപ്പെരുന്നാളുമായി ബന്ധപ്പെട്ടാണ് ഈ വെളിച്ചം എന്ന വിഷയം കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ ധ്യാനിക്കുന്നത്. കൂടാരപ്പെരുന്നാളിനോട് ബന്ധപ്പെട്ട് 7-ാം അധ്യായത്തിൻ്റെ 37 മുതൽ ഉള്ള വാക്യങ്ങളിൽ വെള്ളം എന്ന വിഷയം നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു മെറ്റഫോറാണ് വെളിച്ചം എന്നുള്ളത് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ
ഞാൻ സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ വിഷയങ്ങൾ ഈ എപ്പിസോഡിൽ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിച്ചതാണ്, ലൈറ്റ് കർത്താവ് പറയുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഭണ്ഡാരസ്ഥലം എന്ന് പറയുന്ന ആ ട്രഷറി ഉള്ള സ്ഥലത്താണ് കർത്താവ് ഈ മെസ്സേജ് പറയുന്നത്. അത് വുമൻസ് കോർട്ടാണ്, സഹോദരിമാരുടെ പ്രവേശന സ്ഥലമാണ്, കോർട്ടാണ്. അവിടെ വലിയ വിളക്കുകൾ അവർ കത്തിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. അതിനോട് ബന്ധപ്പെട്ടാണ് കർത്താവ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് അവിടുത്തെ ദൈവത്വം ചൂണ്ടിക്കാട്ടുവാനായി കർത്താവ് പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ കർത്താവ് ഇത് പറയുന്നത് കർത്താവിൻ്റെ ഓഡിയൻസിനെ കുറിച്ച് വളരെ വിശദമായി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. പാരമ്പര്യ യഹൂദന്മാരാണ്. 13-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എതിർക്കുന്ന പരീശന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. കർത്താവ് ഇത് പറയുന്നത് പാരമ്പര്യമായി ഭക്തിയുള്ള യഹൂദ മത അനുസാരികളോടാണ്. ഇത് കർത്താവ് അവരോട് പറയുമ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന ആശയം എന്ന് പറയുന്നത് അവർ ഇരുട്ടിലാണ്. അല്ലെങ്കിൽ പിന്നെ കർത്താവിന് അവരോട് ഈ നിലയിൽ പറയേണ്ട ആവശ്യമില്ല. അത് ആ അർത്ഥം അവിടെ ഇംപ്ലൈഡാണ്. ഇരുട്ടിലിരിക്കുന്ന ജനത്തോടാണ് കർത്താവ് പറയുന്നത്, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. ഈ പാരമ്പര്യ ചടങ്ങുകൾ കൊണ്ട് നിങ്ങളുടെ അകത്തെ ഇരുട്ട് ഒരിക്കലും മാറുകയില്ല. ഇരുട്ട് മാറി വെളിച്ചത്തിൽ ഒരു ജയകരമായ ജീവിതം നിങ്ങൾക്ക് നയിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നേ മതിയാകുകയുള്ളൂ എന്നാണ് കർത്താവ് അവരോട് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പാരമ്പര്യമായി ചെയ്യുന്ന ധാരാളം ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിനകത്തെ പാപത്തിൻ്റെ ചിന്തകളും ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന മനോഭാവങ്ങളും മാറണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ചടങ്ങുകൾ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നവരാണ് യഹൂദന്മാർ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കലത്തെ ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ആലയത്തിൽ വന്ന് ഭണ്ഡാരസ്ഥലത്ത് അവരുടെ നിക്ഷേപങ്ങൾ അവർ നിക്ഷേപിക്കും. അതിനുശേഷം അവർ വന്ന ഇടങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോകും. മടങ്ങിപ്പോകുന്ന സമയത്ത് ചെയ്ത ചടങ്ങിനെ ഓർത്ത് അവർക്ക് സന്തോഷം കാണും. പക്ഷേ അവരുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അത് സംഭവിക്കണമെങ്കിൽ they have to come to Jesus who is the light of the world. യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഓഫർ അല്ല. വേദപുസ്തകം റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23 പറയുന്നത് മുഴുവൻ ലോകവും പാപം ചെയ്തു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും, വേദപുസ്തകം പറയുന്നു, പാപികളാണ്. ദൈവത്തിൻ്റെ തേജസ് അവർ നഷ്ടപ്പെടുത്തി. ആകയാൽ ലോകത്തിൽ പാർക്കുന്ന എല്ലാ മനുഷ്യർക്കും ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ ആവശ്യമാണ്. 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുവാൻ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. ലോകത്തിൻ്റെ വെളിച്ചം, ആ വെളിച്ചം എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് അക്ഷരീക പ്രകാശം അല്ല, ആത്മീക പ്രകാശമാണ്. എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും.
എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം വെളിച്ചം എന്ന് കർത്താവ് അർത്ഥമാക്കുന്നത് ഇറ്റ് ഷോസ് എ ക്വാളിറ്റി ഓഫ് ലൈഫ്. കർത്താവായ യേശുക്രിസ്തു പ്രദർശിപ്പിച്ച നിത്യജീവൻ, ദൈവീക ജീവൻ, ആ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചം. യോഹന്നാൻ 1:4-5 വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചം. അവിടെ ജീവൻ എന്നുള്ളതിന് സോയെ, നിത്യജീവൻ. അപ്പം കർത്താവ് ഇവിടെ വാഗ്ദത്തം ചെയ്യുന്നത് കർത്താവിൽ ഈ ലൈഫ് ഉണ്ട്, ഈ ജീവിതം ഉണ്ട്. അത് തന്നെ കൈക്കൊണ്ട് തന്നെ അനുദിനം അനുഗമിക്കുന്ന ആളുകൾക്ക് ആ ലൈഫിൽ പാർട്ടേക്ക് ചെയ്യാം എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ഈ ഭാഗം ശ്രദ്ധിക്കുന്ന സമയത്ത് അക്ഷരികമായ വെളിച്ചമെന്നോ അക്ഷരികമായ ഇരുൾ എന്നോ അല്ല ബൈബിൾ ഇവിടെ അർത്ഥമാക്കുന്നത്. ആത്മീക വെളിച്ചം എന്ന് പറഞ്ഞാൽ മോറൽ പ്യൂരിറ്റി, പാപത്തെ അതിജീവിക്കുന്ന ജീവിതം, നിത്യജീവൻ, സമൃദ്ധിയായ ജീവൻ, ദൈവത്തിൻ്റെ ജീവൻ ക്വാളിറ്റി കാണിക്കുന്നു. ഇരുൾ എന്നുള്ളത് കാണിക്കുന്നത് പാപത്തെയും ആത്മീക മരണത്തെയുമാണ്. അപ്പം ആത്മീക മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിക്കുവാൻ ലോകത്തിലെ ഒരു ഗുരുക്കന്മാർക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഒരു പരിപാടികൾക്കോ പാരമ്പര്യത്തിനോ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിന് അത് ചെയ്യുവാൻ കഴിയും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ സമ്പൂർണ്ണമായി മാറ്റി മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ള ആ ലൈഫിന് നമ്മെ പങ്കാളികളാക്കി തീർക്കുന്ന ഒരു വലിയ സത്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-12 നമ്മൾ കാണുന്നത്. സുവിശേഷം വാസ്തവത്തിൽ ഈ ഒരു വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ 12 വാക്യത്തെ 3 നമുക്ക് തിരിച്ച് പഠിക്കുവാൻ കഴിയും. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. 1, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. യേശുവിൻ്റെ പ്രസ്താവനയാണ്, ഡിക്ലറേഷൻ ഓഫ് ജീസസ്. അത് കർത്താവിൻ്റെ ദൈവത്വത്തെയും കർത്താവ് മെസ്സിയ ആണെന്നുള്ളതിനെയും സൂചിപ്പിക്കുന്നു. അവിടെ അധികം ഞാൻ ഈ എപ്പിസോഡിൽ നിൽപ്പാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അല്പമായി ശ്രദ്ധിച്ചതാണ്. എങ്കിലും ചില റെഫറൻസുകൾ ഒന്നുകൂടെ പറയാം. 1 യോഹന്നാൻ 1-5 വാക്യം, ദൈവം വെളിച്ചമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. സങ്കീർത്തനം 119-105 വാക്യം, ദൈവത്തിൻ്റെ വചനം വെളിച്ചമാണ്. ഇവിടെ കർത്താവ് പറയുന്നു, കർത്താവ് വെളിച്ചമാണ്. മത്തായി 5:14 ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ നിമിത്തം ശിഷ്യന്മാർ വെളിച്ചം ആയി മാറുന്നു. അത് നമ്മൾക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ 2ാം ഭാഗം എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. 3ാമത്തെ ഭാഗം അനുഗമിക്കുന്നതിലുണ്ടാകുന്ന ഫലമാണ്, ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ആ 2ാം ഭാഗത്തിൽ അല്പമായി ഒന്ന് നിൽക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അടുത്തത്, എന്നെ അനുഗമിക്കുന്നവൻ. ദൈവമക്കൾ ഇത് വളരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ വളരെ കാതലായ സത്യം കർത്താവ് തൻ്റെ കേൾവിക്കാരോട് ഇവിടെ പറയുകയാണ്. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശുവിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് യേശുവിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പോകുക എന്നുള്ളതല്ല സുവിശേഷം. യേശു വെളിച്ചമാണെങ്കിൽ മനുഷ്യരുടെ പാപത്തെ മാറ്റുവാൻ കഴിയുന്ന ആത്മീക വെളിച്ചം യേശുവിൽ മാത്രമാണെങ്കിൽ, യേശുവാണ് അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ സോഴ്സ് എന്ന് ഒരുവൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ
രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഐദർ ഹി ഫോളോസ് ജീസസ് ഓർ ഹി റിജക്ട്സ് ദ ലൈറ്റ്. ജീവിതം മാറണമെങ്കിൽ യേശുവിൽ ഉള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ കണ്ട് ഗ്രഹിച്ച്, പിതാവാം ദൈവം ഇങ്ങനെ ഉള്ള ക്വാളിറ്റി ഉള്ള ലൈഫാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന് എനിക്ക് ദൈവവചനത്തിലൂടെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ലൈഫ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നില്ല. വെളിച്ചത്തിൻ്റെ സോഴ്സാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. വെളിച്ചത്തിൻ്റെ കൂടെ നടക്കാൻ ഞാൻ വെളിച്ചത്തെ എന്നിലേക്ക് സ്വാഗതം ചെയ്യണം. അതിന് മുൻപ് നടക്കേണ്ട വിഷയമാണ് മാനസാന്തരം. ഞാൻ ഇരുട്ടിലാണ് എന്ന് ഒരുവന് ബോധ്യമായി എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ വഴികളിലാണ്, സത്യവെളിച്ചവുമായി ഉള്ള ബന്ധത്തിലല്ല എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെ ഗ്രഹിച്ച് എൻ്റെ മനസ്സ് മാറണം. നിൽക്കുന്ന ഇടത്തുനിന്ന് എനിക്ക് വ്യത്യാസം വേണം. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ഇതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന് ഞാൻ ഗ്രഹിക്കുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ഉള്ളിൽ മാനസാന്തര അനുഭവം ഉണ്ടാകണം. മാനസാന്തരം എന്നെ ഈ വെളിച്ചത്തിൻ്റെ ഉറവയാകുന്ന യേശുക്രിസ്തുവിനെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായി എന്നെ പ്രേരിപ്പിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പ്രവേശിച്ച് കർത്താവിനെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ഇരുട്ടിലാണ്, നിങ്ങൾ ഇരുട്ടിലാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്നില്ലെങ്കിൽ, അന്തരാത്മാവിൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഒരു രക്ഷകൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ഒരിക്കലും മനസ്സിലാക്കാൻ എനിക്ക് സാധ്യമല്ല. എപ്പോഴാണ് എനിക്കൊരു രക്ഷകനെ വേണ്ടത്? ഞാൻ പാപത്തിലാണ് എന്ന് ഗ്രഹിക്കുമ്പോഴാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ എപ്പിസോഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെയാണ് ഇരിക്കുന്നതെങ്കിൽ ദിസ് ഇസ് ദി ആൻസർ. നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പാപത്തിലാണ്, ആത്മീക മരണമാണ് നിങ്ങളിൽ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കണം, ഒരു തീരുമാനമെടുക്കണം. എനിക്ക് പാപവഴി വേണ്ട. അത് ആത്മീക മരണമാണ്, അത് ലൈഫല്ല. ദൈവം എനിക്ക് ഓഫർ ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട നിത്യജീവനാണ്. എത്ര ശ്രേഷ്ഠമുള്ളതാണ് എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് തിരിയണം. പുതിയ ജനന അനുഭവം എന്ന് പറയുന്നത് ഈ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ജനനം നടക്കുകയാണ്. പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ വചനത്താലും അത് നടക്കുകയാണ്. അടുത്ത സ്റ്റെപ്പാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത്. സുവിശേഷം ദൈവമക്കൾ ശ്രദ്ധിക്കണം. സുവിശേഷം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു യോഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ കൈയൊന്ന് ഉയർത്തുന്നത് മാത്രമല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ മാനസാന്തരം ഉണ്ടായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ വിശ്വസിച്ചേറ്റെടുക്കണം. യോഹന്നാൻ 1:12-13 പുതിയ ജനനമെന്ന ഒരത്ഭുതം എൻ്റെ ഉള്ളിൽ നടക്കണം. അവിടം കൊണ്ടും തീരുന്നില്ല. യഥാർത്ഥമായി ഉള്ളിൽ വെളിച്ചം വരുന്ന ഒരാൾ വെളിച്ചത്തിൻ്റെ ഉറവയാകുന്ന കർത്താവിനെ അനുദിനം അനുഗമിക്കും. വാസ്തവത്തിൽ കർത്താവ് ഇവിടെ പറയുന്നത് ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അതിൽ കുറഞ്ഞ് ഒരു ഹാഫ് ഹാർട്ടഡ് ക്രിസ്ത്യനെ കർത്താവിന് താല്പര്യം ഇല്ല. ഈ സുവിശേഷം നമ്മൾ കർത്താവിൽ നിന്ന് മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും കൈയൊന്ന് പൊക്കുക, ഒരു ഡിസിഷൻ കാർഡ് ഒന്ന് എഴുതുക, അതല്ല കമ്മിറ്റ്മെൻറ്റ്. ദ കമ്മിറ്റ്മെൻറ്റ് ഈസ് ടു ഫോളോ ജീസസ് ഓൾ ദ വേ.
അവിടെ വാസ്തവത്തിൽ അനുഗമിക്കുക എന്നുള്ളത് ശരിക്കും നമ്മൾ മനസ്സിലായാൽ, ഒരു പട്ടാളക്കാരൻ അവനെ ആക്കി വെച്ച പട്ടാളത്തിൽ അവൻ്റെ സുപ്പീരിയർ ആയിരിക്കുന്ന ക്യാപ്റ്റൻ്റെ എല്ലാ ഓർഡേഴ്സിനെയും കൃത്യമായി പാലിച്ച് ക്യാപ്റ്റനെ ഫോളോ ചെയ്യുന്നത് പോലെ നമ്മുടെ ക്യാപ്റ്റനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അനുദിനം അനുഗമിക്കുന്ന പടയാളികളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ, അവിടുന്ന് പറയുന്ന എല്ലാ വചനവും കൃത്യമായി അനുസരിക്കും. ആ ഫോളോ എന്ന വാക്കിൽ അത് അന്തർലീനമായി കിടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആ ഫോളോ, അനുഗമിക്കുക എന്ന വാക്കുകൊണ്ട് ഒരു അടിമ യജമാനനെ അനുഗമിക്കുന്നത് പോലെ, അങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവും നമ്മളുമായിട്ടുള്ള ബന്ധം. നാണയത്തിൻ്റെ ഒരു വശം പിതാവാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. യേശുക്രിസ്തുവിലൂടെ ആ പദവി നമുക്ക് കിട്ടി. നാണയത്തിൻ്റെ മറുവശം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരൊക്കെ ആ പ്രയോഗം പറയുന്നതിൽ അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ്, ഞാൻ ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ അടിമയാണ്. ഒരടിമയ്ക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. മാസ്റ്ററിൻ്റെ ബെക്ക് ആൻഡ് കോൾ, എന്ത് മാസ്റ്റർ പറഞ്ഞാലും ആ സ്ലേവ് അത് കേട്ടനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ജോലിക്കാരനും സ്ലേവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജോലിക്കാരൻ ശമ്പളക്കാരനാണ്, സ്ലേവ് അങ്ങനെയല്ല, അവനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മളിനി നമുക്കുള്ളവരല്ല. അതുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലി ഫോളോയിങ് ജീസസ്. ജീസസ് ആണ് ലൈറ്റ്. അപ്പം സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സുവിശേഷം കർത്താവായ യേശുക്രിസ്തു ലൈഫിൻ്റെ ഉറവയാണ് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഞാനായിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് മാറുവാനായി, കർത്താവിങ്കിലേക്ക് തിരിയുവാനായി ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് മാനസാന്തരം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം കംപ്ലീറ്റ് ആകുന്നില്ല. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തു ആകുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചത്തെ, നിത്യജീവൻ്റെ ഉറവയെ ഞാൻ എൻ്റെ പേഴ്സണൽ രക്ഷിതാവും കർത്താവുമായി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. യേശു എൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അർത്ഥം, എൻ്റെ ഹൃദയത്തെ യേശു ഭരിക്കുന്നു തൻ്റെ വചനത്താൽ. പക്ഷേ കർത്താവ് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ അന്തർലീനമായി കിടക്കുന്നതാണ്. കാരണം ഒരുവൻ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ ആദ്യം കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് അവൻ ഗ്രഹിക്കണം. എന്നിട്ട് പിന്നീടാണ് അവൻ തീരുമാനമെടുത്ത് യേശുവിനെ കൈക്കൊള്ളുകയും യേശുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം അതുകൊണ്ടും തീരുന്നില്ല, കർത്താവിനെ അനുദിനം അനുഗമിക്കുക. പല സുവിശേഷങ്ങളാണിപ്പോൾ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. നല്ല ശതമാനം സുവിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നത് കേവലം ഭാഗികമാണ്. എ ഹാഫ് ട്രൂത്ത് ഈസ് എ ലൈ. എങ്ങനെയെങ്കിലും ആളുകളെ, കുറച്ചു പേരെ സന്തോഷിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അനേക ആളുകൾ. ചില ആളുകൾ ഈ സുവിശേഷത്തെ ഉപയോഗിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന സത്യം, ശിഷ്യത്വത്തിലേക്ക് വരേണ്ട ആ ഗൗരവമേറിയ കാര്യം, അധികം പേരും അതിനെ മറയ്ക്കുന്നുണ്ട്. പക്ഷേ ശിഷ്യത്വത്തെക്കുറിച്ച് ധാരാളം പറയുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് സത്യവചനം. എന്നെ അനുഗമിക്കണം, അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് മാറാൻ സാധ്യമല്ല. അനുദിനം കർത്താവിനെ അനുഗമിക്കണം. കർത്താവിനെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത് നമ്മൾ ഗ്രഹിച്ച്, കർത്താവ് പറയുന്ന സകല കൽപ്പനകളും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തവർ കടപ്പെട്ടവരാണ്. ആ രണ്ടാമത്തെ വിഷയം എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ ദയവായി ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പലരും ഈ സുവിശേഷത്തെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ്. അവർക്കത് മനസ്സിലായിട്ടില്ല. പലരും യേശുവിനെ അനുഗമിക്കുന്നത് ഫോൾസ് റീസൺസിനാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്കും
മറ്റേതെങ്കിലും കാര്യങ്ങൾക്കും ഒക്കെ യേശുവിനെ അനുഗമിക്കുന്നവരുണ്ട്. ഇവിടെ എന്താ കർത്താവ് പറയുന്നത്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ആകയാൽ നിങ്ങൾക്ക് ആ കാര്യം തരാം, ഈ കാര്യം തരാം, ഈ കാര്യം തരാം. അതല്ല. സുവിശേഷം പ്രൈമറിലി it deals with the sin of man. മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ്, ഇരുട്ടാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് ഭൗതികവും താൽക്കാലികമായ വിഷയങ്ങളാണ് യേശു തരുന്നതെന്ന് പറഞ്ഞ് ആ കാര്യങ്ങളിലേക്ക് ആളുകളെ വിളിച്ചിട്ട് അവസാനം ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കുക എന്ന് പറയുന്ന സുവിശേഷമല്ല യേശു കർത്താവ് പ്രസംഗിച്ച സുവിശേഷം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ, ക്ലോസ് അതാണ്, മുൻപേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അതോടുകൂടി ലോകത്തിലുള്ള സകല സാമ്പത്തികവും കിട്ടത്തില്ല. ഉണ്മാനുള്ളത്, കുടിക്കാനുള്ളത്, ധരിക്കാനുള്ളത്, നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് തരും. പ്രൊവൈഡഡ് യു സീക്ക് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈച്ചസ്നെസ് ഫസ്റ്റ്. ഈ സുവിശേഷത്തിലേക്ക്, സത്യസുവിശേഷത്തിലേക്ക് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ വന്നില്ലെങ്കിൽ നമ്മൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. കർത്താവ് ഈ ഭൗതിക കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ മൾട്ടി മില്യണേഴ്സ് ആക്കുന്ന ഒരു യേശുവായിട്ട് നമ്മൾ ചിന്തിക്കും. ദാറ്റ് ഈസ് നോട്ട് ദ ഗോസ്പൽ. സുവിശേഷത്തിൽ പ്രധാനമായും കർത്താവായ യേശുക്രിസ്തുവിന് പറയുവാനുള്ളത് പാപത്തോടുള്ള ബന്ധത്തിൽ, പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. മനുഷ്യൻ ഇരുട്ടിലാണ്. സത്യവെളിച്ചം ലോകത്തിൽ നിന്ന് വന്നു. ആ വെളിച്ചമാണ് ഇരുട്ടിലായിരിക്കുന്ന മനുഷ്യർക്ക് ആവശ്യം. ഇരുട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപത്തെ കാണിക്കുന്നു, ആത്മീക മരണത്തെ കാണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആകുന്ന വെളിച്ചമല്ലാതെ നഷ്ടപ്പെട്ടു പോയ, ഇരുട്ടിലായിരിക്കുന്ന, തപ്പിത്തടയുന്ന മനുഷ്യർക്ക് there is no hope. കർത്താവിനെ അനുഗമിക്കുന്ന സമയത്ത് കർത്താവ് അവരുടെ ആവശ്യങ്ങൾ തീർച്ചയായും കൊടുക്കും. പ്രൈമറി വിഷയം അതല്ല. പ്രൈമറി വിഷയം ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് സ്നേഹസമ്പൂർണനായ പുത്രനായ യേശുവിൻ്റെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലെങ്കിൽ ഭൗതിക കാര്യമെല്ലാം അനുഭവിച്ച് യു വിൽ ഗോ ടു ഹെൽ, നരകത്തിൽ പോകുവാൻ ഇടയായിത്തീരും. ആർക്കും അബദ്ധം ഒരിക്കലും ഉണ്ടാകരുത്. ഫോൾസ് ഗോസ്പലിനെ തിരിച്ചറിയുവാൻ ദൈവമക്കളെ നമ്മുടെ ഉൾക്കണ്ണ് ദൈവം തുറക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ തന്നെ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മറ്റൊരു സുവിശേഷമുണ്ട്, മറ്റൊരു യേശു ഉണ്ട്, വേറൊരാത്മാവുണ്ട്. പാപത്തിന് ചികിത്സ വരാത്ത, പാപത്തിൽ നിന്ന് വിടുതൽ തരാത്ത യേശു വേറൊരു യേശുവാണ്. പാപത്തിന് വേണ്ടിയുള്ള കാര്യം എന്താണ്? മനുഷ്യൻ ഇരുട്ടിലാണ്. പാപിയായ മനുഷ്യനോട് കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ വാ, എന്നെ അനുഗമിക്ക്. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച ഒരാൾ അനുദിനം അനുഗമിക്കണം. അങ്ങനെ അനുഗമിക്കുന്ന ഒരാളിനെ കുറിച്ചാണ് മൂന്നാമത്തെ ഭാഗം, അതിൻ്റെ ഫ്രൂട്ട് കർത്താവ് പറയുന്നത്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. എ ഡെഫിനിറ്റ് പ്രോമിസാണ് യു ക്യാൻ ലീഡ് ആൻ ഓവർകമ്മിങ് ലൈഫ്. പാപത്തെ അതിജീവിക്കുന്ന ഒരു ക്വാളിറ്റി ലൈഫ് യേശുവിനെ കൃത്യമായി അനുദിനം അനുഗമിക്കുന്ന ഒരാളിന് കാഴ്ചവെക്കുവാൻ കഴിയും. ഇതാണ് സുവിശേഷം. അവൻ കേവലം നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് ക്ഷമിക്കുക മാത്രമല്ല, അവൻ നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയോട് ചെയ്യുന്ന ദൈവമാണ്. അതോർത്ത് നമുക്ക് ദൈവത്തിന് ധാരാളമായി സ്തോത്രം ചെയ്യാം. അതാണ് ദൈവമക്കളെ സുവിശേഷത്തിൻ്റെ സത്യം. എന്നാൽ യോഹന്നാൻ 3:19 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ കുറച്ചാളുകൾക്ക് ഈ വെളിച്ചം വേണ്ട. എന്താ അതിൻ്റെ കാരണം? അവർ റിബല്യസ് ആണ്. കർത്താവിൻ്റെ ഈ ഇൻവിറ്റേഷനെ അവർ റിജക്റ്റ് ചെയ്യുന്നു. കാരണം അവർ പാപത്തെ സ്നേഹിക്കുന്നു, അവർ പാപത്തിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ വെളിച്ചം അവർക്ക് വേണ്ട. അനുദിനം വെളിച്ചത്തിൽ അനുഗമിക്കുന്ന അനുഭവം അവർക്ക് വേണ്ട. ലൈറ്റ് അടിക്കുമ്പോൾ ഇറ്റ് എക്സ്പോസസ് സിൻ. അതുകൊണ്ടാണ് കൃത്യമായി ദൈവവചനം പറയുന്ന ഒരു ആലയത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ
പാപം ചെയ്തുകൊണ്ട് അവിടെ വന്ന് ഇരിപ്പാൻ സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ ദാസൻ അഭിഷേകത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇറ്റ് എക്സ്പോസസ് ദ സിൻ. ഡിസ്കംഫർട്ട് ഉണ്ടാകും. തീരുമാനമെടുക്കാതെ പോകാൻ സാധ്യമല്ല. ഒന്നിൽ അവൻ തീരുമാനമെടുക്കും, അല്ലെങ്കിൽ പിന്നെ ആ പള്ളി വരില്ല. യേശു എവിടെയുണ്ടോ ഹി വിൽ എക്സ്പോസ് ദ സിൻ. അതെന്തിനാണ്? ഈ വെളിച്ചത്തിൽ ആളുകൾ വന്ന് ജയകരമായ ജീവിതം അവർക്ക് ഉണ്ടാകണം. അനുദിനം യേശുവിനെ അനുഗമിച്ചാൽ, മത്തായി 5:14 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു പറയാ, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അർത്ഥം എന്താ? ജീസസിലുള്ള ലൈഫ് അനുദിനം അനുഗമിക്കുന്ന ശിഷ്യന്മാരിൽ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് വരിക. അമേസിംഗ് ഗോസ്പൽ. ഒരിക്കൽ ഇരുട്ടായിരുന്നവരെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ യേശുക്രിസ്തുവിലൂടെ തെരഞ്ഞെടുത്ത് അവരെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നു. അങ്ങനെ ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ ദൈവം എന്ന കേൾവിക്കാരായ എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്കവിടെ ഈ വിഷയം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ജീസസ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ്. സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രൻ രാത്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ ജീസസിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് വിച്ച് ഈസ് ലൈറ്റ്, തന്നെ അനുദിനം അനുഗമിക്കുന്ന വിശുദ്ധന്മാർ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ആയിരിക്കും അവരും എക്സിബിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈറ്റ് കർത്താവിൽ വെളിച്ചം ആകുന്നു. 9-ഉം 10-ഉം വാക്യം കൂടെ ചേർത്ത് വായിക്കുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. വെളിച്ചത്തിൻ്റെ ഫ്രൂട്ട് അതാണ്. അപ്പോൾ 1 യോഹന്നാൻ 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതും ഇല്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഒരാൾ ക്ലെയിം ചെയ്യുകയാണ്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു, യേശുവുമായി കൂട്ടായ്മയുണ്ട്, പക്ഷേ ആൾ ഒരേ പാപത്തിലാണ് തുടരുന്നതെങ്കിൽ ആ വ്യക്തി കള്ളം പറയുകയാണ്. എത്രയോ ഗൗരവമുള്ള കാര്യമാണിത്. ഒരേ പാപത്തിൽ തുടരുകയാണെങ്കിൽ യോഹന്നാനിൽ തന്നെ വേദപുസ്തകം പറയുന്നത് ഹി ഈസ് നോട്ട് ബോൺ അഗെയിൻ. സുവിശേഷം ശരിക്കും നമ്മൾ ഗ്രഹിച്ചാൽ, ആ സുവിശേഷത്തിൽ അന്തർലീനമായി കിടക്കുന്ന അർത്ഥം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിച്ചാൽ ഓവർകമ്മിങ് ലൈഫാണ്. ലൈറ്റാകുന്ന ക്രിസ്തുവുമായിട്ടാണ് എൻ്റെ കൂട്ടായ്മയെങ്കിൽ, ഞാൻ അവൻ്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ, ഹൗ ക്യാൻ ഐ ബി ഇൻ ഡാർക്ക്നെസ്? പക്ഷേ ഇന്ന് ഞാൻ വെളിച്ചത്തിലാണ് നടക്കുന്നത് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വായിലെ വാക്കിൽ നിന്നും മനോഭാവം, സ്വഭാവം, സാമ്പത്തിക ഇടപാടുകൾ, നെയ്ബേഴ്സുമായിട്ടുള്ള ബന്ധം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അവരിൽ നിന്ന് ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ല വരുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ആരെയും വ്യക്തിപരമായി അല്ല ഞാൻ പറയുന്നത്, പൊതുവെയുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ദൈവവചനം പറയുന്നത് ദാറ്റ്സ് എ ലൈ. ഇവിടെയും യോഹന്നാൻ 8:12 കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. തീർത്തു പറയുകയാണ്, ഇഫ് യു ആർ ഫോളോയിങ് ജീസസ്, എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് the quality of life that was in Jesus you will also have. അല്ലാതെ കർത്താവിനെ അനുഗമിക്കുന്നയാൾ പിന്നെ ഇരുട്ടിൽ നടക്കുകയല്ല.
എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ഈ പ്രസ്താവന നമ്മുടെ ഉൾക്കണ്ണ് തുറക്കട്ടെ. 1 യോഹന്നാൻ 2:6 ദൈവമക്കൾക്കറിയാം. ഞാനത് മലയാളത്തിലൊന്ന് വായിക്കാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നമ്മൾ 1 യോഹന്നാൻ 1:6 അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഇവിടെ 1 യോഹന്നാൻ 2:6 പറയുന്നത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, അതായത് വെളിച്ചമാകുന്ന കർത്താവുമായി കൃത്യമായി അനുദിനം കൂട്ടായ്മ ആചരിക്കുന്ന ഒരാൾ, അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ഒരാൾ യേശു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഒരു ലളിത ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: എ പേഴ്സൺ ഹു ക്ലെയിംസ് ടു ബി എ ക്രിസ്ത്യൻ മസ്റ്റ് വാക്ക് ആസ് ജീസസ് ഡിഡ്. അർത്ഥമാക്കുന്നത് യേശുവിൽ ഉള്ള ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതാണ് കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവുമായി കൂട്ടായ്മയുള്ള, കർത്താവിൽ വസിക്കുന്ന ഒരാളിൽ വെളിപ്പെടേണ്ടത്. എന്തോ ഉന്നത സ്റ്റാൻഡേർഡാണ് വാസ്തവത്തിൽ ബൈബിൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെക്കുറിച്ച് ആവശ്യപ്പെടുന്നത്. അതാണ് സുവിശേഷം. സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല സുവിശേഷം. സുവിശേഷം മുഴുവനായി ചിന്തിക്കുമ്പോൾ പാപിയായ മനുഷ്യനെ യേശുക്രിസ്തുവിലൂടെ ദൈവം വീണ്ടെടുക്കുകയാണ്. എടുത്തിട്ട് അവനെ വെളിച്ചത്തിൻ്റെ മകനും മകളുമാക്കി തീർക്കുകയാണ്. ആദമിനെ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ആദം പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിനെ ഭൂമിയിൽ പ്രദർശിപ്പിക്കേണ്ട ആദമിന് അത് കഴിയാതെ വന്നു. വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിലൂടെ ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആ പഴയ പദ്ധതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരികയാണ്. അതായത് നമ്മളിൽ ഓരോരുത്തരിലും ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ദൈവത്തിനെ പ്രദർശിപ്പിക്കണം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ദൈവത്തിനുണ്ടായിരുന്ന ആഗ്രഹം അതാണ്. പക്ഷേ ആദം അത് നഷ്ടപ്പെടുത്തി. 2-ാം ആദമാകുന്ന ക്രിസ്തുവിലൂടെ മനുഷ്യനെ വീണ്ടെടുത്തിട്ട് അതേ കാര്യം ദൈവം ചെയ്യുകയാണ്. ലൈഫ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ ക്ലെയിം ചെയ്താൽ നമ്മുടെ ലൈഫ് അനുദിനം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകേണ്ടതാണ്. തീർച്ചയായിട്ടും മെച്യൂരിറ്റിയിലേക്ക് അനുദിനം നാം വളരുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല. ഞാൻ അർത്ഥമാക്കുന്നത് എക്സ്റ്റേണലായിട്ടുള്ള കൺഫോർമിറ്റി അല്ല. മനോഭാവത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ യേശുക്രിസ്തുവിനെ പോലെ അനുദിനമാകുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. റോമാലേഖനം 8-28-29 വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് ദൈവമക്കൾ പഠിച്ചാൽ അതാണ് ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ളത്. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാനാണ് മുന്നറിഞ്ഞവരെ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നത്. ഈ സുവിശേഷ സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ദൈവം വാസ്തവമായി നമ്മളോട് ഇടപെടട്ടെ, നമ്മുടെ ഹൃദയത്തെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ 8:12 ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. അതാണ് യേശുവിൻ്റെ പ്രസ്താവന. യേശുവിൻ്റെ ദൈവത്വവും യേശു മശിയ ആണ് എന്ന് കർത്താവ് ഈ പ്രസ്താവനയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. എന്നെ അനുഗമിക്കുന്നവൻ, 2-ാം ഭാഗമായി നമ്മളത് ചിന്തിച്ചു. അതിനകത്ത് മാനസാന്തരം, പുതിയ ജനന അനുഭവം തീരുന്നില്ല. അനുദിനം യേശുവിനെ അനുഗമിച്ച് ശിഷ്യത്വത്തിലേക്ക് വരുവാനുള്ള വലിയ ആഹ്വാനമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യമായി അനുഗമിക്കുന്ന ഒരു ദൈവവൈതൽ വെളിച്ചത്തിൽ നടക്കും. അവൻ്റെ സ്വഭാവത്തിന് പാടെ മാറ്റമുണ്ടാകും. ക്രിസ്തു സ്വഭാവത്തിന് അവൻ അനുരൂപമാകും. ഇരുട്ടിൽ അവൻ നടക്കുവാൻ പിന്നെ കഴിയുകയില്ല. ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങൾ തുടർമാനമായി ചെയ്യുകയില്ല. ജീവിതത്തിൽ ഏതെങ്കിലും സ്ലിപ്പ് വന്നാൽ അത് മനസ്സിലാക്കി ആ സമയത്ത് തന്നെ അനുദമിച്ച് പിന്നെയും എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നവനാണ് വെളിച്ചത്തിൽ നടക്കുന്ന ആൾ. ഒരേ പാപത്തിൽ അവൻ തുടരുകയില്ല.
13-ാം വാക്യം, പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. ന്യായപ്രമാണം അനുസരിച്ച് സംഖ്യാപുസ്തകം 35 അതിൻ്റെ 30-ാം വാക്യം, ആവർത്തനം 17 6-ാം വാക്യം, ആവർത്തനം 19-15, ഒന്നിലധികം സാക്ഷി ഉണ്ടെങ്കിലേ വാസ്തവത്തിൽ യഹൂദന്മാർ അവരുടെ ഒരു കോർട്ട് ഓഫ് ലോയിൽ അവരൊരു കാര്യം അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അവർക്ക് തോന്നുകയാണ് യേശു ഇത് സ്വന്തമായി യേശുവിൻ്റെ ക്ലെയിംസ് പ്രസ്താവിക്കുകയാണ്. വാസ്തവത്തിൽ യേശു തന്നെയല്ല. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ യേശുവും പിതാവും ഒരുമിച്ചാണ്, യേശുവിന് പിതാവാം ദൈവത്തിൻ്റെ സാക്ഷ്യമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അല്ലാതെ തന്നെ 5-ാം അധ്യായത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടതാണ്. ഒരു പക്ഷെങ്കിൽ യേശുവിനെ കേൾക്കുന്ന ഈ ഓഡിയൻസ് 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. അവരോട് ആ സമയത്ത് അത് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ താഴെയോട്ട് കർത്താവ് ധാരാളം സാക്ഷികളെ നിരത്തുന്നുണ്ട്. പിതാവാം ദൈവം യേശുവിൻ്റെ സാക്ഷിയാണ്. യേശു ചെയ്ത പ്രവർത്തികൾ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു. പഴയ നിയമ തിരുവെഴുത്തുകൾ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു. ഇപ്പം യേശുവിന് ധാരാളം സാക്ഷ്യങ്ങളുണ്ട്. അവിടെ പറഞ്ഞതിനെ യേശു ഇവിടെ കോൺട്രാഡിക്റ്റ് ചെയ്യുകയല്ല. ഒരു പക്ഷെങ്കിൽ കേൾവിക്കാർ അങ്ങനെയും ചിന്തിച്ചു കാണും. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യം അല്ല എന്ന് പറഞ്ഞു. 14-ാം വാക്യത്തിൽ യേശുവിൻ്റെ മറുപടി, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. കർത്താവ് പറയുന്നത് എൻ്റെ സാക്ഷ്യം സ്വന്തമല്ല, സ്വന്തമായിട്ട് ഞാൻ തന്നെ പറയുന്നതല്ല. കാരണം 5-ാം അധ്യായത്തിൻ്റെ 30 മുതൽ നമ്മളത് ഒരിക്കൽ ധ്യാനിച്ചതാണ്. പക്ഷേ ഞാനങ്ങനെ തന്നെ പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. എന്തുകൊണ്ട്? എൻ്റെ ഒറിജിൻ ഞാൻ ഉയരത്തിൽ നിന്ന് വന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. നിങ്ങൾക്ക് ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും ഞാൻ എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾക്കറിയില്ല. എനിക്കറിയാം എൻ്റെ ഒറിജിൻ, ഞാൻ തിരിച്ചെങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം വളരെ വാലിഡാണ്. അത് മനുഷ്യൻ്റെ സാക്ഷ്യം പോലെയല്ല. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. അർത്ഥം, നിങ്ങളുടെ വിധിയെല്ലാം സൂപ്പർഫിഷ്യലാണ്, കാണുന്നത് പോലെയാണ് വിധിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ ഗലീലയിൽ നിന്നുള്ളവൻ, നസ്രയത്തിൽ നിന്നുള്ളവൻ. നിങ്ങളങ്ങനെ കണ്ടു വിധിക്കുകയാണ്, ഹ്യൂമനായിട്ട് വിധിക്കുകയാണ്. അതാണ് കർത്താവിടെ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അനന്തര ഭാവിയിൽ വിധിക്കും. ഇന്ന് അവിടുന്ന് വിധിക്കുന്നില്ല. മറ്റൊരർത്ഥം, ഞാൻ ജഡപ്രകാരം സൂപ്പർഫിഷ്യലായി ഹ്യൂമനായി ആരെയും വിധിക്കുന്നില്ല. മുന്നോട്ട് നമുക്ക് പോകാം. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെയാകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. അപ്പം ഒന്നാമത്തെ കർത്താവിൻ്റെ പ്രൂഫ്, കർത്താവിൻ്റെ ഡിവൈൻ ഒറിജിനും ഡെസ്റ്റിനിയുമാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ ഈ സാക്ഷ്യം സത്യമാണെന്ന് ഉള്ളതിൻ്റെ രണ്ടാമത്തെ ടെസ്റ്റിമണി, അത് പിതാവാം ദൈവം പറയുന്ന ജഡ്ജ്മെൻറ്റിനോട് ഏകീഭവിക്കുന്ന ജഡ്ജ്മെൻ്റാണ്. സ്വയമേ കർത്താവ് ഒന്നും ചെയ്യുന്നില്ല, പിതാവിൽ നിന്ന് കേട്ടും പിതാവിൽ നിന്ന് കണ്ടും മാത്രമാണ് കർത്താവ് ചെയ്യുന്നത്. 17-ാം വാക്യം, 2 മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം പുത്രനായ യേശുവും പിതാവും കൂടെ ഒരുമിച്ച് സാക്ഷ്യം പറയുമ്പോൾ അവർ ന്യായപ്രമാണത്തിൽ ആവശ്യപ്പെട്ടതുപോലെ ഇപ്പോൾ 2 സാക്ഷിയായി. യേശു കർത്താവ്, ഹീ ഈസ് ഗോഡ്, അവിടുന്ന് ദൈവമാണ്, പിതാവാം ദൈവം. ആ 2 പേരുടെ സാക്ഷ്യത്താൽ കർത്താവ് 12-ാമത്തെ വചനത്തിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞത് സത്യമാണെന്ന് യേശു തെളിയിക്കുകയാണ്. 18-ാം വാക്യം,
ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. എന്നെ അയച്ച പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെ എന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പാരമ്പര്യമായി ആരാധന കഴിച്ച് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കാണിക്കയിടാൻ വന്ന പരീശന്മാരോട് കർത്താവ് പറയുക, യു ഡോണ്ട് ഈവൻ നോ ഗോഡ്. ദൈവത്തെ ഒരാൾ അറിയണമെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ അംഗീകരിക്കാത്ത, യേശുവിനെ അറിയാത്ത ഒരാൾക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. അവരുടെ ട്രൂ സ്പിരിച്വാലിറ്റി യേശു അവിടെ വാസ്തവത്തിൽ തുറന്നു കാട്ടുകയാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദ ലൈറ്റ് ഈസ് ഷൈനിങ്. മതപരമായി ഒക്കെ വളരെ ആത്മീകരായി ചിന്തിക്കുന്ന ആളുകളോട് പറയുകയാണ്, യു ഡോണ്ട് ഈവൻ നോ ഗോഡ്. ഇതുകൊണ്ടാണ് പലരും വെളിച്ചത്തിൽ വരാൻ മടിക്കുന്നത്. 20-ാം വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു. അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായക കൊണ്ട് ആരും അവനെ പിടിച്ചില്ല. ഇത്ര സ്ട്രോങ് വേർഡ്സാണ് യേശു പറഞ്ഞത്. പക്ഷേ 7-ാം അധ്യായത്തിൽ ആവർത്തിച്ച് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, ആകയാൽ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. പിന്നെയും നമ്മൾ ആ കാര്യം കണ്ടതാണ്. 44-ാം വാക്യം, അവരിൽ ചിലർ അവനെ പിടിക്കുവാൻ ഭാവിച്ചു, എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. പിതാവാം ദൈവത്തിൻ്റെ സമയത്ത് പിതാവാം ദൈവം പറഞ്ഞത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുത്രനെ തൻ്റെ നാഴിക വരെ ആർക്കും തൊടുവാൻ കഴിഞ്ഞില്ല. പിതാവാം ദൈവത്തിൻ്റെ ഒരു അസാധാരണ സംരക്ഷണമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ എപ്പിസോഡ് ഞാൻ നിർത്തുമ്പോൾ കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ 8:12 പറഞ്ഞ ആ പ്രസ്താവനയോട് ഉടക്കുന്ന ആ കാലഘട്ടത്തെ ആത്മീകരായ പരീശന്മാരെ നമ്മൾ 13-ാമത്തെ വാക്യം മുതൽ കാണുന്നു. അവരോട് കർത്താവ് ന്യായമായിട്ടുള്ള മറുപടി പറയാണ്. അവരുടെ ആക്ഷേപം ഇതാണ്, കർത്താവ് ഇത് സ്വന്തമായിട്ട് പറയുകയാണ്, ആകയാൽ ഈ സാക്ഷ്യം ശരിയല്ല. കർത്താവ് പറഞ്ഞോ, 5-ാം അധ്യായത്തിന് 30 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ധാരാളം സാക്ഷികളെ കർത്താവ് അവരുടെ മുൻപിൽ നിരത്തിയതായിരുന്നു. അതുകൂടാതെ കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ സ്വന്തമായിട്ട് സാക്ഷ്യം പറഞ്ഞാലും അത് കറക്റ്റാണ്. കാരണം എൻ്റെ ഡിവൈൻ ഒറിജിൻ, ഞാൻ എവിടുന്ന് വരുന്നു എവിടേക്ക് പോകുന്നു അത് നിങ്ങൾക്കറിയത്തില്ല, പക്ഷേ എനിക്കറിയാം. മാത്രമല്ല പിതാവാം ദൈവവും എനിക്ക് സാക്ഷ്യം വഹിക്കുന്നു. 2 സാക്ഷികൾ വേണമെന്നല്ലേ നിങ്ങളുടെ ന്യായപ്രമാണം പറയുന്നത്? ആ 2 സാക്ഷ്യമുണ്ട്. ആകയാൽ ഞാൻ പറഞ്ഞ പ്രസ്താവന സത്യമാണെന്ന് യേശു അവിടെ തെളിയിക്കുകയാണ്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ 8-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾക്ക് ധ്യാനിക്കണം. പരീശന്മാരുമായിട്ടുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ് കർത്താവ് ഈ 8-ാം അധ്യായത്തിൽ തുടർമാനമായി നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പഠനം നമ്മൾക്കേവർക്കും അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു.